ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഞാനും അമ്മയും അച്ഛനും കൂടെ കന്യാകുമാരി വരെ ഒന്ന് പോയതാണ്. ഒരു ട്രിപ്പായിട്ട് പോയതല്ല, ഞങ്ങൾക്ക് ഒഫീഷ്യൽ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നു. സോ അതിന് പോയപ്പം ജസ്റ്റ് എടുത്ത ഒരു വ്ലോഗാണിത്. രാവിലെ ഞങ്ങൾ പോയിരുന്നു. അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് അമ്പലത്തിലും പിന്നെ പിറ്റേ ദിവസം രാവിലെ ബീച്ചിലുമാണ് പോയത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ കന്യാകുമാരിയിലേക്ക്. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് പ്ലേസാണ് ഈ കന്യാകുമാരി. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത്. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു 2.5 hours ട്രാവൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്തിരുന്നു TTDC ഹോട്ടലിൽ. ജസ്റ്റ് 1 നൈറ്റ് മാത്രമേ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ മാത്രം ഇറങ്ങിയാൽ മതി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ സായി ആനന്ദാസ് എന്നൊരു ഹോട്ടൽ കണ്ടിരുന്നു. സോ അവിടേക്ക് കയറി. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫുഡിൻ്റെ റിവ്യൂ പറയുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞിരുന്നു. എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് അച്ഛനോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സജസ്റ്റ് ചെയ്ത ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഫുഡായിരുന്നു എന്നൊക്കെ. അവരൊക്കെ എൻ്റെ വ്ലോഗ് കണ്ടതിലും ഒരുപാട് താങ്ക്സ്. ഞാനും അച്ഛനും ചപ്പാത്തിയും അമ്മ ചോറും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതെല്ലാം കഴിച്ച് ഒട്ടും വൈകാണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു മെഡിസിൻ ആവശ്യമുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോറിലൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. സംടൈംസ് ഈ ട്രാവൽ ചെയ്യുമ്പം എനിക്കും അമ്മയ്ക്കും ഹെഡേക്ക് വരാറുണ്ട്. സോ അത്ര സിവിയർ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്, നിയർ ടു കന്യാകുമാരി. ആ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരുപാട് മലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് അതൊക്കെ കണ്ടുപോകാൻ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇത് TTDC ഹോട്ടലിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മോർ ദാൻ 10 years ബാക്കാണ് ഈ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അന്ന് നല്ല നീറ്റും ഒക്കെ ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസിലാണ് ഇവിടെ റൂം എടുത്തത് ഇത്തവണയും. ഹോട്ടലിനെ പറ്റി പറയാനാണെങ്കിൽ അന്നത്തെ ആ ഒരു നീറ്റ്നെസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരു ആവറേജ് ഹോട്ടൽ അത്രയേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ ഈ ഒരു സീനറിയൊക്കെ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ടോയ്ലറ്റ് അത്ര ക്ലീൻ ആയിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഹോട്ടലിൻ്റെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ബീച്ചിൻ്റെ അടുത്താണ്. അതേപോലെ തന്നെ നല്ല സേഫുമാണ് ഈ ഒരു ഹോട്ടൽ. അവരുടെ റെസ്റ്റോറൻറ്റും നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡും കാര്യങ്ങളും ഒന്നും ഇല്ല. നോർമലായിട്ട് കിട്ടുന്ന ദോശ, ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ആ കഴിച്ച ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലേക്കാണ്. ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. റോഡിലൊക്കെ അധികം ആളുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ പോയ ടൈം ഓഫ് സീസൺ ആയിരുന്നു, അതുകൊണ്ടാകാം. അങ്ങനെ ഞങ്ങൾ അമ്പലം ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. 2 സൈഡിലും ഇങ്ങനെ സ്റ്റോൾസും കാര്യങ്ങളും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അമ്പലത്തിലാണെങ്കിലും അങ്ങനെ വലിയ ക്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നന്നായി തൊഴുതിറങ്ങാനൊക്കെ പറ്റി. സോ ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ ആ സ്റ്റോളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തൂടെ ഇങ്ങനെ പോവാണ്. ഞങ്ങളങ്ങനെ സാധനമൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ല. ജസ്റ്റ് സാമ്പ്രാണി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു സാമ്പ്രാണി കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല സാമ്പ്രാണിയുടെ മണം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ നിന്ന് അതേ സാമ്പ്രാണി ചോദിച്ച് വാങ്ങുകയാണ്. പിന്നെ അമ്മയ്ക്ക് കുങ്കുമമൊക്കെ വേണമെന്ന് പറഞ്ഞു. സോ അതൊക്കെ വാങ്ങി. അതിനുശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീ സ്റ്റോളിൽ വന്നിരിക്കുകയാണ്. ദെൻ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നിരുന്നു. നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് സൺറൈസ് കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. സോ നൈറ്റ് ഒട്ടും താമസിക്കാണ്ട് തന്നെ കിടന്നുറങ്ങി. ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ ആ ഒരു ഒഫീഷ്യൽ കാര്യം എനിക്കങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാത്തതും കാണിക്കാത്തതും. അങ്ങനെ ഞങ്ങളൊരു വലിയ ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് റൂമിലേക്ക് പോവാണ്. ഈ റൂം എന്ന് പറയുന്നത് കോട്ടേജാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ഒക്കെ ആയിരുന്നു. നൈറ്റ് ഞങ്ങൾ ഡിന്നർ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ദോശയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ.
സോ നമുക്കിനി നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ കാണാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 4:30 ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. 5:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ബീച്ചിലേക്ക് പോവാണ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ താമസിച്ചിരുന്ന ഈ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ വേറെയും ഒരുപാട് ഗസ്റ്റ് ഇതേപോലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് ഒരു ടീ സ്റ്റോളിലേക്കാണ്. കാരണം എനിക്കും അമ്മയ്ക്കും അച്ഛനും മോർണിംഗ് ടീ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഞങ്ങൾ പോയ ഒരു ടൈമിൽ നല്ല ചൂടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് കന്യാകുമാരിയിൽ വന്നിട്ട് കാറ്റ് വീശാത്തത്. നോർമലി എപ്പോൾ ഇവിടെ വന്നാലും നല്ല കാറ്റാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ പോയപ്പം ഒരു തുള്ളി പോലും കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നില്ല. മോർണിംഗ് തന്നെ ഇങ്ങനത്തെ ടീ സ്റ്റോളൊക്കെ അവിടെ ഓപ്പൺ ആണ്. സോ നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും വരുന്നില്ല. ഞങ്ങൾ ആദ്യം തന്നെ അവിടെ കയറി ഒരു 3 ചായ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കുടിച്ചതിന് ശേഷമാണ് ഒന്ന് ഫ്രഷ് ആയത്. ഞങ്ങളെല്ലാവരും വേഗം തന്നെ ചായ കുടിക്കുകയാണ്. കാരണം സൺറൈസ് മിസ് ചെയ്താലോ എന്നുള്ളൊരു ടെൻഷനിൽ സൺറൈസ് കണ്ടിട്ട് കടലിൽ പോയിട്ട് കുളിക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് എത്തി. ഇപ്രാവശ്യം അധികം ആളില്ലാത്തതുകൊണ്ട് നല്ലൊരു പ്ലേസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു യൂസും ഉണ്ടായില്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ ഡേ ക്ലൗഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൺറൈസ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് ഹൈറ്റിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് മാത്രം ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ എപ്പോഴും വരുന്നതുകൊണ്ട് തന്നെ ഇതിന് മുമ്പൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് സാധിച്ചില്ല. ഒരു 5:45 വരെ ഇത്രയും ഇരുട്ടായിരുന്നു. 6 o'clock ഒക്കെ ആയപ്പോഴേക്കും നല്ല വെട്ടം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വെട്ടം വന്ന ടൈമിലായിരിക്കും സൂര്യൻ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. അത് പക്ഷേ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്കുമാണ് സൂര്യൻ മുകളിലോട്ട് വന്നത്. ഇതിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന ടൈമിലാണ് അവിടെ ഒരു അപ്പൂപ്പൻ കല്ലൊക്കെ വാരുന്നത് കണ്ടത് കടലിൽ നിന്ന്. കന്യാകുമാരി ബീച്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് കല്ലുകളും അതേപോലെ തന്നെ ഈ മണ്ണും ഒക്കെ ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്കിവിടെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഈ അപ്പൂപ്പൻ കുറേ നേരം ഇങ്ങനെ കല്ലൊക്കെ വാരുന്നതും ഒക്കെ കണ്ടുകൊണ്ട് നിന്നു. ഈ അപ്പൂപ്പനല്ല ഒരുപാട് പേരിങ്ങനെ കടലിൽ നിന്ന് കല്ല് വാരുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇതാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അച്ഛന് ത്രിവേണി സംഗമത്തിൽ ഒന്ന് മുങ്ങിക്കുളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. അച്ഛൻ്റെ കൂടെ ഞാനും അമ്മയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ഫോണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരാൾ മാറി നിൽക്കണമായിരുന്നു അതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനും അച്ഛനും ഫസ്റ്റ് ഇറങ്ങി. അതിനുശേഷം അമ്മയും അച്ഛനും കൂടെയാണ് ഇറങ്ങിയത്. കന്യാകുമാരിയിൽ എന്ന് വന്നാലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ ഒരു ബീച്ചിൽ കുളിക്കുന്നതാണ്. കുഞ്ഞിലെ മുതലേ ഇവിടെ വന്നാൽ ഈ ഒരു കാര്യം ഞങ്ങൾ മിസ് ചെയ്യാറേ ഇല്ല. അത്രയും രസമാണ് ഇവിടുത്തെ ബീച്ചിൽ കുളിക്കാനും ഒക്കെ. എനിക്കും അമ്മയ്ക്കും ബീച്ചിൽ ഇറങ്ങാനൊക്കെ നല്ല പേടിയാണ്. പക്ഷെ അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയെങ്കിലും ഇറങ്ങുന്നത്. ഞാനും അമ്മയും കരയോട് ചേർന്നൊക്കെ ഇരിക്കാറുള്ളൂ. പക്ഷെ അച്ഛനാണെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അങ്ങോട്ടേക്ക് പോകാറുണ്ട്. അച്ഛന് പിന്നെ നീന്തലും അറിയാമെന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് 2 പേർക്കും അതൊട്ട് അറിയത്തുമില്ല. അച്ഛനുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളിങ്ങനെ ബീച്ചിലൊക്കെ ഇറങ്ങാറുള്ളൂ. ബീച്ചിൽ ഇറങ്ങിയാലും അച്ഛൻ്റെ കൈ വിടാണ്ട് ഞാനിങ്ങനെ പിടിക്കും. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. കുറച്ച് നേരം ഞാനും അച്ഛനും ഇങ്ങനെ ഇറങ്ങിയതിന് ശേഷം പിന്നെ അമ്മയും അച്ഛനും കൂടെയാണ് പോയത്. അമ്മയ്ക്കാണെങ്കിൽ എന്നേക്കാൾ പേടിയാണ്. അമ്മയ്ക്ക് ഞാനും അച്ഛനും 2 സൈഡിലുണ്ടെങ്കിൽ മാത്രമേ ധൈര്യമുള്ളൂ. അച്ഛനങ്ങനെ വലിച്ചോണ്ടൊക്കെ അമ്മയെ പോവാണ്. എന്നിട്ട് അമ്മ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഞാനും കൂടെ വരാൻ വേണ്ടിയിട്ട് പേടിച്ചിട്ട്. അമ്മയ്ക്ക് ഇങ്ങനെ കരയുന്ന ഒരുപാട് ദൂരമൊക്കെ പോകുന്നത് ഭയങ്കര പേടിയാണ്. ഞാനും അമ്മ എപ്പോഴും സേഫായിട്ട്
കരയിൽ തന്നെ നിൽക്കാനാണ് നോക്കാറ്. അച്ഛനാണ് ഇങ്ങനെ നിർബന്ധിച്ചിട്ട് അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അമ്മ പേടിച്ചിട്ട് തിരിച്ച് കരയിലേക്ക് വരികയാണ്. ഈ കന്യാകുമാരി ബീച്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തിരയ്ക്ക് അധികം ശക്തി കാണില്ല, വലിയ വലിയ തിരകളൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സേഫായിട്ട് നിന്ന് കുളിക്കാനും ഒക്കെ പറ്റും. ആകെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിറയെ പാറകളുണ്ട്. അത് പക്ഷെ നമുക്കിങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കില്ല. സോ അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. അല്ലാണ്ട് ഭയങ്കര രസമാണ് ഈ കന്യാകുമാരി ബീച്ചിൽ വന്ന് കുളിക്കുക എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം. അത്ര രസമുള്ളൊരു കാര്യമാണിത്. അങ്ങനെ അമ്മ ദാ കരയിൽ വന്നിരിക്കുകയാണ് അച്ഛനെയും കൊണ്ട്. ആക്ച്വലി ഇങ്ങനെ ഇരുന്നാലും അത്യാവശ്യം കടൽ വന്ന് അടിക്കാറൊക്കെ ഉണ്ട്. സോ കരയിൽ നിന്ന് നമുക്ക് ഒരുപാട് ദൂരം പോകണം എന്ന് ആവശ്യമില്ല, ഞങ്ങളെപ്പോലെ ഇങ്ങനെ പേടിയുള്ള ആൾക്കാർക്ക്. അങ്ങനെ കുറേ നേരം അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഒരു നന്ദികേശനൊക്കെ കാണാൻ പറ്റി കടലിൻ്റെ സൈഡിലായിട്ട്. അങ്ങനെ ഞാൻ എന്താ ക്ഷീണിച്ചിട്ട് തിരിച്ചു വരികയാണ്. നടക്കാനൊക്കെ വലിയ പാടായിരുന്നു, കാരണം ഈ ചെരുപ്പിനകത്ത് മൊത്തം മണൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ ഹോട്ടൽ വരെ എത്തി. ഒട്ടും വൈകാണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തിരിക്കുകയാണ്. ഏകദേശം ഒരു 11:30 ഒക്കെ ആയപ്പോഴേക്കാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തിയത്. ഞങ്ങളൊരു 9:39 ആ ഒരു ടൈം ആയപ്പോഴേക്കും തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഹോട്ടലിൽ നല്ല സീനറികളാണ്. അതേപോലെ തന്നെ ഈ ഹോട്ടലിന് ചുറ്റും നിറച്ചും മയിലിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു, അത് നിങ്ങൾക്കിപ്പോൾ കാണാം. ഞങ്ങൾ നോക്കിയപ്പോഴേക്കും ഒരു മയിലിങ്ങനെ പീലിയൊക്കെ വിടർത്തി നിൽപ്പുണ്ടായിരുന്നു. അതും ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങൾ 3 പേരും കൂടെ ഉള്ള ഒരു നല്ല ട്രിപ്പായിരുന്നു ഇത്. 1 നൈറ്റ് മാത്രമേ നിന്നുള്ളെങ്കിലും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മൾ ഫ്രീ ആകുമ്പം ഇങ്ങനെ ഫാമിലിയുടെ കൂടെയൊക്കെ ട്രിപ്പ് പോയാൽ നമ്മുടെ ടെൻഷൻസൊക്കെ മറക്കാനും പറ്റും. അതേപോലെ തന്നെ ആ ഒരു കുറച്ച് സമയം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റും. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി കന്യാകുമാരി ട്രിപ്പ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ അതുവരേക്കും ബൈ.